ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോണ്ടയുടെ റെസിപ്പിയാണ്. സാധാരണ ഇതിന് മൈസൂർ ബോണ്ട എന്നാണ് പറയുന്നത്. ഈ ബോണ്ട നമ്മൾ മൈദ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് ഗോതമ്പ് പൊടി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. മൈസൂർ ബോണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദ ആട്ടയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ റൈസ് ഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇനി പൊടിയിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈരൊന്നും ചേർത്ത് കൊടുക്കരുത്. ചെറിയൊരു പുളിയുള്ള തൈര് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കുഴച്ച് വരുമ്പോഴത്തേക്ക് ബാറ്ററിന് കുറച്ച് തിക്കാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കൈകൊണ്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബാറ്റർ കൂടുതൽ തിക്കായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് ഉരുട്ടി എണ്ണയിലേക്ക് ഇടുന്ന ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ച് വരുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രത്തിൽ ഉപ്പെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. മാവ് മൂടി വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം കൈയോ സ്പൂണോ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ബോണ്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് കയ്യിലെടുത്ത് ഉരുട്ടിയിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം മാവ് കുറേശ്ശിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കയ്യിൽ ഒന്നും ഒട്ടി പിടിക്കില്ല. ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായോന്ന് നമുക്ക് അറിയാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു നുള്ളു മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെയായി എടുത്ത് ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബോണ്ട എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ബോണ്ടയുടെ ഉൾഭാഗം ഒന്നും പാകത്തിന് കുക്കായി കിട്ടിയുമില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മൈസൂർ ബോണ്ടയുടെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബോണ്ടയുടെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബോണ്ട ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മൈസൂർ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടെ സോസോ തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.